എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ആ മോണ ഇൻഷാ അല്ലാഹ് അത് ഞാൻ കേൾപ്പിച്ചു തരാ. മോണ ആർക്കാ ഇല്ലാത്തത് എന്ന് നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കാനാ പറയുന്നത്. ഇനി സഹോദര, മറുപടി കിട്ടാത്തത് കൊണ്ട് ചേറ്റുകെട്ടിയിൽ വന്നിട്ട് മൗലവി ചെയ്ത പണി എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ നിസ്സാരപ്പെടുത്തിയിട്ട് എന്നെ പരിഹസിക്കുകയാണ്. വിഷയം മാറ്റാണ്. മറുപടി ഇല്ലാത്തോണ്ട് മൗലവി വിഷയം മാറ്റുക ചെയ്തത്. അതെങ്ങനെയെന്നറിയോ? അതും ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഒരു പ്രസംഗത്തിൽ മൗലവി എന്ത് ചെയ്തു? ജോർജ് ബുഷിന്റെ കൂടെ ഉസ്താദിനെ കൂട്ടിപ്പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഏതായിരുന്നാലും ജോർജ് ബുഷ്, കോഫി അന്നാൻ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ അത് കാന്തപുരം തന്നെയാണ് ഉള്ളത്. ഇത് നിങ്ങളെ കൊണ്ടും പറയിച്ചല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞു. അതായത് ലോകരാഷ്ട്രത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്ര നേതാക്കളാണ് ജോർജ് ബുഷും കോഫി അന്നാനൊക്കെ. ലോകരാഷ്ട്രങ്ങളിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ്. ഈ നിലക്കാണ് ഞാനത് സംസാരിച്ച് എല്ലാവർക്കും മനസ്സിലായതാണ്. ഇപ്പൊ നിങ്ങൾ തക്ബീർ ചൊല്ലിയതുപോലെ അന്നും വിവരവും ബുദ്ധിയുള്ള സദസ്യര് തക്ബീർ ചൊല്ലി. എന്നാൽ അത് മുമ്പേ ഉണ്ടങ്ങനെ. നുമ്രൂദ് എന്ന് പറയുമ്പോ നമ്മൾ പറഞ്ഞ ആര്യ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ. നുമ്രൂദ് അപ്പുറം നിൽക്കുമ്പോൾ കൂട്ടി പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ. ഫിർഔൻ അപ്പുറം നിൽക്കുമ്പോൾ കൂട്ടി പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാമിനെ. അങ്ങനെ മുമ്പേ ഉള്ളതാണത്. എന്നാൽ എന്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്, ജോർജ് ബുഷിനോടും കോഫി അന്നാനോടും കൂട്ടിപ്പറയാൻ നിങ്ങളെ നാവുമൊരു അള്ള കൊണ്ടുവന്നത് കാന്തപുരത്തേതാണ്. അതിന് മൂപ്പരത് അട്ടിമറിച്ച് നടത്തിയിട്ട് പറയാണ്, കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ജോർജ് ബുഷാണ് ആ പേരോട് പറഞ്ഞത്. ഇങ്ങനെ ജോർജ് ബുഷിനോട് കൂട്ടിപ്പറയാൻ ഒരു പണ്ഡിതനുള്ളത് കാന്തപുരം എന്നാ ഞാൻ പറഞ്ഞത്. മൂപ്പരത് ഇവിടുന്ന് എന്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് മുന്നിലിരിക്കുന്ന മുജാഹിദീങ്ങളെ മുഴുവനും വിഡ്ഢികളാക്കിയിട്ട് അയാൾ ഉടനെ പറയാണ്, എന്ത് പേരോട് പറഞ്ഞത് കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരേ ഒരു പണ്ഡിതൻ ജോർജ് ബുഷാണ്. നേരെ തല തിരിച്ച് അതൊന്ന് കേട്ടോളി നിങ്ങള്. അയാൾ ആ പരിഹാസവും ആ പറഞ്ഞതൊക്കെ ഒന്ന് ശരിക്കും കേട്ടോ. ആദ്യം അയാൾ പരിഹസിച്ചുകൊണ്ട് പറയുന്നു കേട്ടോളൂ. അപ്പൊ സഹോദരന്മാരെ, ഈ പറഞ്ഞൊരു ശ്രദ്ധിച്ചില്ലേ? പൂച്ചക്ക് ജോർജ് ബുഷ് പ്രയോഗം മൂപ്പർക്ക് വലിയ താല്പര്യം. ഏത് കാലത്തും എപ്പോഴും ഉദാഹരണത്തിനും ഉപമക്കൊക്കെ മൂപ്പർക്ക് ഏതിനെ കിട്ടുക? ജോർജ് ബുഷിനെ കിട്ടുക. അതെന്താ കാരണം എന്ന് മൂപ്പരെന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ജോർജ് ബുഷിനെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്താ ജോർജ് ബുഷിനെ പറ്റി മുമ്പ് പറഞ്ഞത്? ശ്രദ്ധിച്ചോളൂ. പറയുമ്പോ കൂട്ടി പറയാൻ നിങ്ങളെ നാവിലും അള്ള കൊണ്ടുവന്നത് കോഫി അന്നാനെയും ജോർജ് ബുഷിനെയാണ്. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. ജനങ്ങൾ തക്ബീർ വിളിച്ചു കേട്ടോ. ജനങ്ങൾ തക്ബീർ വിളിച്ചു. ഞാൻ അങ്ങനെയാ പറഞ്ഞത്. ജനങ്ങൾ ഹുസൈൻ സലഫിനെ പോലല്ല. അവർക്ക് അഖലും ഉണ്ട്, സമഉം ഉണ്ട്, ബസറും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അഖലും സമഉം ബസറും ഉള്ള ജനങ്ങളാ തക്ബീർ വിളിച്ചത്. ഞാൻ പറഞ്ഞത് എന്താണ്? ജോർജ് ബുഷിനോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന പണ്ഡിതൻ കാന്തപുരം എന്നാ. അയാൾ എന്ത് ചെയ്തു? അത് അട്ടിമറിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? കാന്തപുരത്തോട് കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ ജോർജ് ബുഷ് ഇതാക്കി. ഇയാളെ തട്ടിപ്പ് നോക്ക് നിങ്ങൾ. അതൊന്ന് ശരിക്ക് രണ്ടും ആവർത്തിച്ച് വെച്ചിട്ട് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഒന്ന് വെച്ചു കൊടുത്താ മോനെ. അട്ടിമറി അങ്ങനെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. ജനങ്ങൾ തക്ബീർ വിളിച്ചു. അങ്ങനെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. അങ്ങനെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാന്തപുരത്തോട് കൂട്ടി പറയാൻ പറ്റുന്നൊരു പണ്ഡിതനുണ്ടെങ്കിൽ അത് ജോർജ് ബുഷേ ഉള്ളൂ എന്നാണ് മൂപ്പര് പറഞ്ഞത്. എങ്ങനെയുണ്ട്? കളവ് പറയൽ മത്സരത്തിൽ ഇയാൾക്കല്ലായിരുന്നോ റക്സോണ സോപ്പ് കൊടുക്കേണ്ടത്? ഇനി സഹോദരന്മാരെ, ഇതാ